പൊടിയുടെ 10 സെക്കൻഡ് 5 സെക്കൻഡ് പോവാണെങ്കിൽ ഒരാൾ ചാമ്പാ കാത്തുകയായിരുന്നു. ആൾ വാളറ്റ് എടുത്ത് കൈ പിടിക്കും. പോയിക്കൊണ്ട് കാണു 1:30 ആയി സമയം. കുറച്ച് ലോറികളൊക്കെ പോകുന്ന സ്ഥലമാണ്. നമ്മളെപ്പോഴും കെയർഫുൾ ആവണം രാത്രി റൈഡ് ചെയ്യുന്ന സമയത്ത്. ഞാൻ 60, 65, 70 മാക്സിമം ആ റേഞ്ചിലാണ് പോകുന്നത്. നമ്മൾ സേഫായിട്ട് എപ്പോഴും നിൽക്കണം. ഇതൊക്കെ നല്ല റോഡായതുകൊണ്ട് ക്രൂസ് കൺട്രോൾ ഇട്ട് പോവുക. മറ്റേ ഇരുട്ടത്തൊക്കെ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ടാൽ പണിയിട്ട് നമുക്ക് തന്നെ കിട്ടുള്ളൂ. കാരണം എന്താ, മറ്റേ പോട്ട് ഹോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും നമ്മളെപ്പോഴും വെരി കെയർഫുൾ ആവണം. ഇതൊക്കെ നേരെ കണ്ടില്ലേ, ഒന്നും കാണുന്നില്ല. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഇത് പേരിന് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഒരു വെച്ചിരിക്കുക. അതാണ് പ്രശ്നം. നമ്മളെ ഹൈവേയിൽ വരെ തീരെ വെളിച്ചമില്ല. കൊയിലാണ്ടി വടകരൊക്കെ വരെ പരിചയമുള്ള റോഡായതുകൊണ്ട് പിന്നെയും ഓക്കെയാണ്. ബാക്കി അവിടെ നിന്നാണ് കുറച്ച് ടാസ്ക്. എന്തായാലും സ്ട്രെയിറ്റ് റോഡ്സാണ് വരുന്നത്. കാലിക്കറ്റ് ടു ഗോവ. ഏതാ മോനെ സാധനം, ഫുള്ള് പൊടി, ഫുള്ള് ഹെവിയായി ഈ സമയത്ത്. അതാണ് ഒരു കാര്യം, രാത്രി റൈഡ് ചെയ്യരുതെന്ന് കൂടുതൽ ആൾക്കാർ പറയുന്നത്. ഹെവി വണ്ടികളാണ് കൂടുതൽ. ഫുള്ള് പൊടിയും പാറും. ഉടുപ്പിയിലേക്കാണ്. ഉടുപ്പി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും അവൻ്റെ ബൈക്ക് എടുത്തിട്ട് വരുന്നുണ്ട് IBWക്ക്. അപ്പോൾ ഓനും ഞാൻ അവിടെ നിന്ന് ഒരുമിച്ചായിരിക്കും പോകുന്നത് ഗോവയിലേക്ക്. ഈസ് ഗോട്ട് എ ജിക്സർ, ജിക്സർ 150 നേക്കഡ് വേർഷൻ. റോഡ് വളരെ മോശമാണ് ഗൈസ്, സോ ബാഡ്. ഒന്നാമത് ലൈറ്റും ഇല്ല. എപ്പോഴും കെയർഫുള്ളായിട്ട് ഓടിക്കണം. മെയിനായിട്ട് റോഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഇത് എന്ത് ചെങ്ങൈമാരിഷ്ടം ഇങ്ങനെയൊക്കെയാണ് ഓവർടേക്ക് ചെയ്യണത്. മറ്റേ റോഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് മെയിനായിട്ട് ഈ കേരളം ഒന്ന് വിട്ടാൽ എന്തായാലും റോഡ് നന്നാവും. മറ്റേ കാസർഗോഡ് വഴിയാണ് തോന്നുന്നു റോഡ് പണി. പിന്നെ മംഗലാപുരം ടു ഗോവ നല്ല റോഡാണ്. കാരണം കഴിഞ്ഞ കൊല്ലം പോയതാണ് ഗോവയിലേക്ക് എൻ്റെ ഹൈനസ് എടുത്തിട്ട്. എൻ്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ശ്രദ്ധിച്ചത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ മംഗലാപുരം കോൺക്രീറ്റ് റോഡ്സ് ആണല്ലോ, അവിടെ നല്ല റോഡ്സാണ്. അവിടുന്ന് റോഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഫുള്ള് കുണ്ടും കൂടിയാണ്. എപ്പോഴാണ് വലിയൊരു കുണ്ട് വരാമെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഹൈ ബീം നല്ല ഹൈ ബീം ആട്ടോ, പാസൊക്കെ കൊടുക്കുക. പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ 6-8 കുറച്ചും കൂടി ബെറ്റർ ലൈറ്റ്സ് കൊടുക്കാമായിരുന്നു. മോശമൊന്നുമില്ല കേട്ടോ, നല്ല ലൈറ്റ്സ് തന്നെയാണ്. ഒന്നാമത് സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ലാത്ത സ്ഥലത്തെ കുറച്ച് പാടാണ് വിസിബിലിറ്റി നോക്കുമ്പോൾ. അങ്ങനെ കൊയിലാണ്ടി എത്തിയിട്ടുണ്ട് കഴിച്ചാൽ. ഈ കൊയിലാണ്ടിയിൽ നിന്ന് ബാക്കി പോവാം. ബൈ ദ വേ ഞാൻ ബോഡിയിൽ ഫുള്ള് കഫേനാണ് കഴിച്ച്. ഇറങ്ങുന്നതിന് മുമ്പ് ഒരു റെഡ് ബുള്ളിൻ്റെ ഫുൾ ക്യാന് ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു, എനർജി കിട്ടാൻ. അപ്പോൾ ഫുൾ എനർജിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉറക്കം തൂങ്ങിപ്പോവും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും വരിയായി പോവാ. എൻ്റെ ക്യാമറക്ക് അഡീഷണൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ പവർ ബാങ്ക് വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാംഗ്ലൂർ 190 കിലോമീറ്റർ ഏകദേശം കുറവാണ്. ഈ റോഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ അടിപൊളി റോഡാവും. ഐറ്റമോ ലൈറ്റും ഇല്ല, കോപ്പും ഇല്ല. ബൈ ദ വേ ഗായ്സ്, ഞാൻ ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ല ഡയറക്ഷൻ നോക്കാൻ. ഒന്നാമത് എൻ്റെ കയ്യിൽ ഇതില്ല ഫോൺ ഹോൾഡർ. ഹാൻഡിൽ ബാർ എൻ്റെ ഉണ്ട്, ഫോൺ ഹോൾഡർ ഉണ്ട്. പക്ഷേ ഇത് എൻ്റെ ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറിൽ ഇടാൻ സാധനം ഇല്ല എൻ്റെ കയ്യിൽ. ഒരു 34 കിലോമീറ്റർ ഉള്ളൂ. ഇത് പൊളി. ഞാൻ അത്ര ഓവർ സ്പീഡും പോകുന്നില്ല. ഓക്കെ, മാഹി ലെഫ്റ്റ്, കണ്ണൂർ നേരെ. എന്തായാലും ഞാൻ മാഹി പോകുന്നില്ല, കണ്ണൂർ നേരെ വിടാം. ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു മാഹി ബിക്കോസ് ഐ ഓൾറെഡി ഹാവ് ഫ്യൂൾ. മെയിനായിട്ട് എല്ലാവരും മാഹിയിൽ നിന്നാണ് പെട്രോൾ അടിക്കൽ. എനിക്കപ്പോൾ ടൈം സേവ് ചെയ്യാം. ഞാൻ ഗോ സ്ട്രെയിറ്റ് ടു കണ്ണൂർ. ഇതെനിക്ക് ഭയങ്കര ലൈക്ക് ആയിട്ടോ. എന്താ പറയുക, ക്രൂസ് കൺട്രോൾ നോക്ക്, അടിപൊളി സ്മൂത്ത്. ജസ്റ്റ് എൻജോയിങ് ദിസ് മാൻ. ടോൾ ഗേറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട്.
ഐ എം ജസ്റ്റ് എൻജോയിങ് മാൻ. എൻ്റെ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓടിക്കുന്നത് വണ്ടി. ഇപ്പോഴാണ് വണ്ടീൻ്റെ പവർ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ മോനെ ഒരു എഫേർട്ട് ഇല്ലാണ്ട് ഞാൻ പോകുന്ന വണ്ടി 120+ ഒക്കെ ഒരു എഫേർട്ട് ഇല്ലാണ്ട്. എങ്ങനെയൊക്കെയാണ് വണ്ടി വളയ്ക്കുക ഭ്രാന്ത. ബ്രേക്കിംഗ് അടിപൊളി കേട്ടോ വണ്ടിയുടെ. പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പെട്ടെന്ന് ഒറ്റൊരു വളയ്ക്കൽ. അങ്ങനെയൊക്കെയാണോ വണ്ടി ഓടിക്കുക? അമ്മേ എത്ര ഹമ്പറിയോ മറ്റേ അറിയാണ്ട് കയറിപ്പോയത്. ചാടിപ്പോയി ഇഷ്ട അടുത്ത. മൈ ബോൾസ് ഹേർട്ട് മാൻ. അയ്യോ ഡിസ്കംഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസ്കംഫോർട്ടൊന്നും ഇല്ല കേട്ടോ. ടു ബി ഓണസ്റ്റ് ഹാവ് 0 ഡിസ്കംഫോർട്ട്. ഞാൻ ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞുതരാം. ട്രിപ്പ് ഡീറ്റെയിൽസ്, ഡേ ട്രിപ്പ് മീറ്റർ 140 കിലോമീറ്റർ ഓടി. 36 കിട്ടുന്നുണ്ട് കേട്ടോ മൈലേജ്. 36. ഇത് പക്ക സ്പോർട്സ് ഷൂറർ കേട്ടോ വണ്ടി. RR3 അടിപൊളി ഓസം സാധനം. എൻ്റെ ടെയിൽ ബാഗിൻ്റെ അവസ്ഥ നോക്ക്. ടെയിൽ ബാഗ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മോ വൈസർ ഫുള്ളും പൊടി പിടിച്ചേ എന്തോ മരയായിട്ടുണ്ട്. ഹൈഡ്രേഷൻ ബാഗ് ഞാൻ ഇപ്രാവശ്യം ബാക്കിലാട്ടത്. ബാക്ക് പാക്ക് ഒന്നും എടുത്തിട്ടില്ല, ക്ലീൻ ചെയ്താട്ടെ. ടെയിൽ ബാഗ് നേരത്തെ ഫുള്ളും മുമ്പോട്ട് വന്നിട്ട് അലമ്പായി കിടക്കായിരുന്നു. ഇപ്പോൾ റെഡിയാക്കി. എൻ്റെ മുമ്പിൽ ഒരു സൂപ്പർ ബൈക്ക് ഗ്യാങ് കവാസാക്കി ZX10R ആണ് എൻ്റെ മുമ്പ് കൂടെ പോകുന്നുണ്ട്. പൈസ പൊളി സാധനം, അടിപൊളി എക്സോസ്റ്റും. എപ്പോഴും നമ്മൾ ബാക്ക് പാക്ക് ഒന്നൊക്കെ ഇടേണ്ട ആവശ്യമില്ല. കാരണം ബാക്ക് സൈഡ് എപ്പോഴും ഫ്രീ ആണെങ്കിൽ കംഫർട്ട് ഉണ്ടാവും. മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക. മറ്റാകുമ്പോൾ സ്ട്രെയിൻ വരും ഷോൾഡേഴ്സിനും നെക്കിനൊക്കെ. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ വാൽപ്പാറ പോയപ്പോൾ നല്ല സ്ട്രെയിൻ വന്നിട്ടുണ്ട്. മറ്റേ ഹൈഡ്രേഷൻ ബാഗും കൂടിയാണ് വെച്ചത്. അതിൽ 2 ലിറ്ററിൻ്റെ എല്ലാം ഞാൻ ടെയിൽ ബാഗിലിട്ട്. പിന്നെ ഒരു സൈഡിലൊരു ഫാനി ബാഗോ എന്തിനാ പറയുന്നത്, മറ്റേ ആ സാധനം ഇട്ടിട്ട് ജസ്റ്റ് ഫോണും വാളറ്റും പവർ ബാങ്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ. അല്ലാണ്ട് എൻ്റെ മറ്റേ പാൻറ്റിൽ പോക്കറ്റിലോ ജാക്കറ്റ് പോക്കറ്റിലോ ഒന്നും ഇട്ടില്ല ഞാൻ. ഒക്കെ ഫ്രീയാണ്. ബോഡി ഒന്ന് ഫുള്ളും ഫ്രീ ആയി കിടക്കാനേ. ഗായ്സ് എൻ്റെ ടെയിൽ ബാഗ് ഫുള്ളും ആടി കളിക്കാനല്ല, മുമ്പോട്ടൊക്കെ വന്നിട്ടേ പണിയായി. അപ്പോൾ വേറെ മറ്റേ നേരത്തെ പറഞ്ഞില്ലേ ആ സൂപ്പർ ബൈക്കും ഇവരൊക്കെ ഉള്ള ആ ഗ്യാങ് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത്. എനിക്കൊരു എക്സ്ട്രാ ബഞ്ചി കോഡ് വന്നു. ബഞ്ചി കോഡ് വെച്ചിട്ട് മൂപ്പര് ടൈറ്റ് ചെയ്തിട്ട് ഓരൊക്കെ IBWക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സൈഡാക്കിയപ്പോൾ അയാൾ സൈഡാക്കി ടൈറ്റാക്കി തന്നിട്ടുണ്ട്. ഹെൽപ്ഫുള്ളായിട്ടുള്ള മൈൻഡായിരുന്നു മൂപ്പർക്ക്. ഗൈസ് ജസ്റ്റ് ഒരു ഇത് ഷെയർ ചെയ്തതാണ്. ഗൈസ് വി ഹാവ് റീച്ച്ഡ് മാംഗ്ലൂരു മാൻ. 5:34 5:34 AM നമ്മളെത്തി. മംഗ്ലൂർ എത്തി. അടുത്ത പമ്പിൽ പെട്രോൾ അടിക്കണം. റേഞ്ച് 118 കാണിക്കണം. എടാ പമ്പ് കയറി, പക്ഷെ പെട്രോളില്ല. അടുത്ത പമ്പ് കയറാം. പമ്പ് ടീ ഫുൾ ಸಾಕು 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 ಸಾಕು.
നമ്മൾ ഫുൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റവരെ ഇനിയും കണ്ട് ഇതൊക്കെ പയ്യന്നൂർ കണ്ണൂർ അവിടെ നിന്ന് വന്ന ടീംസാണ്. മലപ്പുറത്തെ 2-3 ആൾക്കാരും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു സംസാരിക്കായിരുന്നു അവിടെ പമ്പിന്ന്. ഇപ്പോൾ വണ്ടി മറ്റേ 310 GS അവിടെ തന്നെ എയറും അടിച്ച് എല്ലാം ചെയ്ത് കുറേ പേരുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ IBW ഇപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാരുണ്ടാവും. ഫീൻ 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 ഗൈസ് അവസാനം ഹലോ ഗൈസ് ഒരു അടുത്തേക്ക് എത്തി. എന്താ പാട്ട്? ഓ ഇത് ഫുൾ വോളിയത്തില്ലേ? ഫുൾ ചാർജ്. നല്ല ഉറക്കാ, നല്ല ഉറക്കാണ്. സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണ്. ഇത്ര പുഷ് ചെയ്യാണ്ട് നമുക്ക് 200 എത്ര പിടിച്ച് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് 290 സംതിങ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു 330 അത്രയും ഉണ്ടാവും. നോർത്ത് ഗോവ വരെ. ഗോവ അറൗണ്ട് 300-ലെത്തും. 330 അങ്ങ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്നത് ബാഗട്ടോർ സെറ്റ് ആണല്ലോ. ഇതിൽ പതുക്കെ മൂവ് ചെയ്യാം. പോരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ പോവും ഗോവയിലേക്ക്. ഞാൻ ചെറുങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്ത് 1.5 മണിക്കൂർ ഉറങ്ങി. ജസ്റ്റ് ചെറിയ റെസ്റ്റ്. എന്നിട്ട് നമ്മൾ ഇവന് ഫുള്ള് റെഡിയുമായി നേരെ പോവാം. പിന്നെ മറ്റേ ടെയിൽ ബാഗ് ഞാൻ ഒന്നും കൂടി ബെറ്റർ ആക്കിയിട്ട് ഇട്ട് മറ്റേ ബഞ്ചിക്കോട്ടൊന്ന് ബാക്കോട്ട് വരുന്ന രീതിയിൽ ടൈ ചെയ്തിട്ടുണ്ട്. ചെരിഞ്ഞ് മുമ്പോട്ടൊന്നും വരില്ല. എനിക്കിപ്പോൾ നല്ല കംഫർട്ടിൽ ഇരിക്കാം, സുഖമായിട്ട് നല്ല സ്ഥലമുണ്ട് ഇരിക്കുമ്പോഴേ. ഇങ്ങനെ ഇപ്പോൾ സമയം 9:30. ഫുഡ് കഴിച്ച് 10 മണിക്ക് ഇറങ്ങും. അപ്പോഴേക്ക് ഒരു 5 hours എന്തോ പോകണം. 5 to 6 hours ഓടിക്കണം. 5 hours, എനിക്ക് 6 hours ബസ് ഉണ്ട്. ക്രൂസിംഗ് സ്പീഡ് കുറവാണ് എനിക്ക്. റെസ്റ്റ് വേണം 1 hour. അപ്പോൾ എല്ലാം കൂടി ഒരു 11 o'clock. അതിന് ഒറ്റയ്ക്കാക്കി പോകില്ലല്ലോ. 7 o'clock ഓക്കെ എത്താൻ പറ്റും. ഗൈസ് ദോശ വന്നു. ഗൈസ് ഉടുപ്പി സ്പെഷ്യൽ പൊടി ദോശ. എൻ്റെ ഇടറ പൊടിയിട പൊടിയുണ്ട്, ഉള്ളിൽ പൊടിയുണ്ട്. മസാല ദോശ. ലെറ്റ്സ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലെറ്റ്സ് ഗോ കണ്ടിന്യൂ വിത്ത് ദി ജേർണി. കമ്മ്യൂണിക്കേഷൻസ് അടിപൊളി. പമ്പിലേക്കൊന്ന് പ്രഷർ കൂടിപ്പോയി നമ്മൾ ബാക്കത്തെ. നേരത്തെ ഞാൻ കാറ്റടിച്ചപ്പോൾ ഓവറായിട്ട് PSI കൂട്ടി അടിച്ചു. അപ്പോൾ അത് റെഡിയാക്കണം. ഇത് റോഡാണത്. ബ്ലൂടൂത്ത് വഴി നമ്മൾ ഡിസ്കോഡ് വഴി ഇൻ്റർകോം വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും കൂടി ഓനും എനിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഐ ആം ജസ്റ്റ് ക്രൂസിങ് ഇൻ 70 km/h. തഞ്ചത്ത് ബാക്കിൽ വന്നുകൊടുക്കാം. ഇനി സ്ട്രെയിറ്റ് റോഡാണ്, ഫുള്ള് സ്ട്രെയിറ്റ് റോഡാണ്, നല്ല റോഡാണ്. ഞാൻ ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിൻ നോയ്സ് നല്ലോണമല്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി വിൻ നോയ്സ്. നേരത്തെ പക്ഷെ നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുന്നുണ്ടോ മൈക്കിൽ? ഇയർ പ്ലഗ്സ് ഇട്ടപ്പോൾ നല്ല സുഖം. നോയ്സ് ക്യാൻസലേഷനൊക്കെ മാറി. നീ വരുന്ന ഓൾറെഡി കാണടാ കേട്ടോ. ഗ്രൂപ്പിൻ്റെ റൈഡേഴ്സാണ് ഇത്. നമ്മൾ ഇതാണ് സ്ഥലം. അടിപൊളി വണ്ടികൾ. ഡുക്കാട്ടി, മറ്റേ Z900 ഡെമോ, ZX10 ബാക്കിൽ എല്ലാ കവാസാക്കി ഗ്യാങ്. ഓ അടിപൊളി. ഹൈഡ്രേഷൻ പാക്കൊക്കെ ഇതിലുണ്ട്. ടെയിൽ ബാഗിൽ തന്നെ ഞാട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാക്ക് പാക്കിൽ തന്നെ ഹൈഡ്രേഷൻ പാക്കും എല്ലാം വെച്ചിട്ടുണ്ട്. മൈക്ക് വെക്കുമോ? എനിക്ക് ഷോൾഡർ പെയിൻ ഒന്നുമില്ല. കാരണം ടെയിൽ ബാഗ് ഇല്ലേ, ഇത് MTB സൈക്കിളിൻ്റെ ഹൈഡ്രേഷൻ ബാക്ക് പാക്കാണ്. അതിലാണ് ഇട്ടത്.
ഇഷ്ടം അല്ലെങ്കിൽ ഞാൻ വരാം. നീ പോയിക്കോ, ഞാൻ വരാം. ഞാൻ ഫുള്ള് പെട്രോൾ അടിച്ചിട്ട് എല്ലാം അങ്ങോട്ട് വരാം. ഫുൾ ആ ഫുൾ ഫസ്റ്റ് ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തി, ഞാൻ പിന്നൊക്കെ അടിച്ച്. അപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ ഈ മെഷീൻ മാറിപ്പോയിരുന്നു. അപ്പോൾ അയാൾ വേറെ മെഷീൻ എടുത്തിട്ട് എൻ്റെ കാർഡ് ഇട്ടിട്ട് സെയിം എമൗണ്ട് ഇട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നേരത്തെ എന്താ ചെയ്തതെന്ന്. ഹിന്ദിയിൽ ചോദിച്ചു കന്നഡയിൽ ചോദിച്ചു. കന്നഡ എനിക്ക് സംസാരിക്കാമല്ല, പക്ഷെ മനസ്സിലാവും. പക്ഷെ അയാളോട് ഞാൻ കുറേ ചോദിച്ചു. അപ്പോൾ അയാൾ മനസ്സിലാവുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഓഫീസിൽ കയറി സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ കാര്യം കിട്ടിയത്, മനസ്സിലായത് മറ്റേ ക്രെഡിറ്റ് കാർഡിൻ്റെ മെഷീനാണ് എന്തുവാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ട്രാൻസാക്ഷൻ നടന്ന് മറ്റേ മെഷീൻ വെച്ചിട്ട് ഓക്കെ മെസ്സേജ് വന്നു. അത് ഓക്കെ ക്ലിയറായി. ഓക്കെ അത് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ ഹിന്ദിയൊന്നും മനസ്സിലാവില്ല. കന്നഡ മാത്രമേ അറിയുള്ളൂ. കന്നഡ എനിക്ക് പറയാറില്ല, എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. മനസ്സിലല്ലേ, അതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ ഞാൻ അവിടെ വാളറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 10 സെക്കൻഡ് അവിടെ വാളറ്റ് കുറച്ചും കൂടി ദൂരെ പോവുകയാണെങ്കിലേ 10 സെക്കൻഡില്ല 5 സെക്കൻഡ് പോവുകയാണെങ്കിൽ ഒരാൾ ചാമ്പാ കാത്തുക്കായിരുന്നു. ആൾ വാളറ്റ് എടുത്ത് എടുക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. ഞാൻ അപ്പത്തൊക്കെ എടുത്തു, എൻ്റെ വാളറ്റ് എടുത്ത് പോയി. എന്തൊക്കെ മനുഷ്യന്മാരിഷ്ടമാണ്. ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോയിട്ട് അതിൻ്റെ ഇടയിൽ വേറെ ആൾ വന്നിട്ട് വാളറ്റ് ചാമ്പാൻ വരുന്നു. വേറെ ഏതോ അവിടുത്തെ പെട്രോൾ അടിക്കാൻ വന്ന ആളാണ്. നമ്മൾ എപ്പോഴും കെയർഫുൾ ആവണം ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. കുറേ പശുകളുണ്ടാ റോഡ് നടുവ് നടക്കുക ഇരിക്കുക പശു. സീനറീസ് life living in a gangster's paradise. Spending most of life in gangster's paradise. Karwar to Goa tunnel, guys. Rambo. $30 കിലോമീറ്റർ ഉള്ളൂ നീ കേൾക്കുന്നില്ല. ഇപ്പോൾ നേരെ 30 കിലോമീറ്റർ ഉള്ളൂ നീന്ന്. ദേഷ്യം പിടിക്കുന്ന ഭ്രാന്ത്. ഇതെന്തെന്നാ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ, നിനക്ക് കേൾക്കാത്തയാണോ, നിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഇഷ്യൂ ആണോ? ഓക്കെ റെഡിയല്ലേ? പാഞ്ചൊക്കെ ഓനൊരു ഫോൺ ഹോൾഡറില്ല, എൻ്റെ ഫോൺ ഹോൾഡറില്ല. അവൻ ടാങ്ക് പാഡിൽ ഫോൺ വെച്ചിട്ട് ഡയറക്ഷൻസ് കാണാം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് സാധനം. എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര കിലോമീറ്റർ ഉണ്ട്? ഫോളോ തേമോ? എന്താല്ലേ, ഏതാ വ്യൂ? നമുക്ക് അവിടെ പോകണോ? എന്നാൽ ഇത് വിളിക്കോ? അപ്പോൾ ഗായ്സ് ഫൈനലി വി റീച്ച്ഡ് വാഗറ്റോർ. ഇനി അടുത്ത പാർട്ട് നെക്സ്റ്റ് ഇവൻറ്റും റിട്ടേണും ആണ് ഉണ്ടാവുക. സോ സീ യു ഇൻ പാർട്ട് 2 ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.